ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ ലൈഫിലെ പ്രശ്നങ്ങൾ മാറുമോ? അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. ഓക്കെ, നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറുമോ എന്നാണ്. ഇവിടെ ഡെത്ത് കാർഡ് കണ്ട ആരും പേടിക്കണ്ട. അതൊരു റീബർത്താണ്, പുതിയൊരു ജീവിതം, പുതിയൊരു കാര്യങ്ങൾ, എല്ലാ പരിപാടികളും. പക്ഷെ ഇപ്പോൾ നിങ്ങളുടെ ഒരു പരിപാടി എന്ന് പറയുന്നത് നിങ്ങൾ എന്തൊക്കെയോ ജീവിതത്തിൽ പലതും പ്രതീക്ഷിച്ചിരുന്നു. ഒന്നല്ലെങ്കിൽ പല വ്യക്തികളുടെ അടുത്ത് നിന്നായിരിക്കാം, അല്ലെങ്കിൽ പല സിറ്റുവേഷൻസിൽ നിന്നായിരിക്കാം, കരിയറിലായിരിക്കാം, മക്കളുടെ കാര്യത്തിലായിരിക്കാം. പക്ഷെ ആ പ്രതീക്ഷകൾ നിങ്ങളുടെ ജീവിതത്തിന് നല്ല രീതിക്ക് താളം തെറ്റിച്ച് നിങ്ങൾ പ്രതീക്ഷിച്ചതിൻ്റെ ഓപ്പോസിറ്റായിട്ട് പലതും നടന്നു. ഒരു കുപ്പിച്ചില്ലിൽ കയറി നടന്ന ഒരു അവസ്ഥയാണ് നിങ്ങൾക്ക് ഉണ്ടാക്കിയത്. അതിൻ്റെ ഒരു പെയിൻ നിങ്ങൾക്കുണ്ട്. ആ പ്രതീക്ഷകൾ സമ്മാനിച്ച ഒരു പെയിൻ, അല്ലെങ്കിൽ ആ വ്യക്തികൾ, ആ സിറ്റുവേഷൻസ് സമ്മാനിച്ച ഒരു പെയിൻ നിങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട്. ചില ആളുകൾ ഇപ്പോഴും അനുഭവിക്കുന്നു. ചില ആളുകൾ അതൊരു ട്രോമയായിട്ട് ഹൃദയത്തിൻ്റെ ഒരു മൂലയ്ക്ക് കൊണ്ട് വെച്ചിരിക്കുന്നു. അത് ഇടയ്ക്കിടയ്ക്ക് ആ ഒരു ട്രോമ നിങ്ങളെ തന്നെ വന്ന് പണിതുകൊണ്ടിരിക്കുന്നു, കാർന്ന് തിന്നുന്നു. നിങ്ങൾ നോർമലായിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിലും ചില സമയങ്ങളിൽ നിങ്ങളെ വിഷമത്തിൻ്റെ ആ ഒരു പീക്ക് ലെവലിൽ ഈ ഒരു ട്രോമ കൊണ്ടുപോയി എത്തിക്കുന്നു. കാരണം നിങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു പല കാര്യങ്ങളിലും. റിലേഷൻഷിപ്പിൻ്റെ ആണെന്നുണ്ടെങ്കിലും വേറെ എന്ത് പരിപാടിയിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. പക്ഷെ ആ പ്രതീക്ഷകൾക്ക് ഒപ്പം പോകാൻ പറ്റിയില്ല. പകരം നിങ്ങൾ ഇപ്പം ഇവിടെ കാണുന്നത് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ആലോചിക്കുമ്പോൾ, ഇപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണെങ്കിൽ കയ്പ് കാരണം ഇറക്കാനും മധുരം കാരണം തുപ്പാനും പറ്റാത്തൊരവസ്ഥ. ചില സമയത്ത് നിങ്ങൾ അതൊന്നും വേണ്ട, പിന്നെ വേറെ പണിയൊന്നുമില്ലേ, എനിക്കറിയാം, എന്നോട് കാണിച്ചൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, അല്ലെങ്കിൽ എനിക്കറിയാം, ആ ഒരവസ്ഥയിലേക്ക് കുറച്ചു നേരം കഴിയുമ്പോൾ ഞാൻ അത്രയും സ്നേഹിച്ചതാണ്, ഞാൻ അത്രയുമായിട്ട് നിന്നതാണ്, എന്നിട്ട് എന്നോട് ഇങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല, എൻ്റെ ലൈഫ് ഇങ്ങനെ ആവുമെന്ന് വിചാരിച്ചില്ല, ഞാൻ A to Z പരിപൂർണതയോടുകൂടി സ്നേഹിച്ച ഒരു റിലേഷൻഷിപ്പാണ്, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനാണ്. അങ്ങനെയൊക്കെ നിങ്ങൾ അതും ചിന്തിക്കും. അങ്ങനെയുള്ള ഒരവസ്ഥ ഇവിടെ കാണുന്നുണ്ട്. തർക്കങ്ങളും നന്നായിട്ട് കാണുന്നുണ്ട്. തർക്കങ്ങൾ ഒഴിവാക്കുക, അതായത് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു ചർച്ചാ കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് എന്തെങ്കിലും ഒരു ചർച്ച വരുമ്പോൾ തന്നെ അവിടെ തർക്കം വരും. കാരണം ഇതിൽ നിങ്ങൾ പറയുന്നതൊന്നും അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അവർ പറയുന്ന കാര്യങ്ങൾ മുഴുവനും നിങ്ങൾ അംഗീകരിക്കുകയും വേണം. അതിൻ്റെ ഉള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് ഈ തർക്കം. ഇതിൽ തർക്കം കാര്യങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സൈലൻ്റ് ആയിട്ടിരിക്കാം, മിണ്ടാട്ടം ഇല്ലാതിരിക്കുന്ന പരിപാടികളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളും ഇവിടെ ഉള്ള ഒരു പരിപാടിയിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഈ എക്സ്പെക്റ്റേഷൻസ് ഒന്ന് കുറക്കണം കേട്ടോ. ഈ എക്സ്പെക്റ്റേഷൻസ് ഒരുപാടാവുമ്പോഴാണ് ഇത്രയും ബുദ്ധിമുട്ടൽ കാര്യങ്ങളൊക്കെ വരുന്നത്. കാരണം നിങ്ങളുടെ ഒരു മനസ്സിൻ്റെ ഒരു ചിന്ത എന്ന് പറയുന്നത്, ഞാൻ ഇത്രയും പൂർണ്ണമായിട്ട് നിന്നിട്ട് ഞാൻ നിന്നതിൻ്റെ ഒരംശം എനിക്ക് തിരിച്ചു കിട്ടുന്നില്ലല്ലോ,
അല്ലെങ്കിൽ എന്നെ എന്തിനാണ് ഇത്രയും ഒരു വിഷമത്തിലോട്ട് കൊണ്ടുപോയത്, ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയല്ലേ, ന്യായമല്ലേ, പക്ഷെ എനിക്ക് എന്താണ് ന്യായമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടാത്തത്, എൻ്റെ വ്യക്തി തരാത്തത്, അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ തരാത്തത്, അതൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. ഇതിൽ കൂടുതലും ഈ ശരിക്കും പറഞ്ഞാൽ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ രണ്ടുപേരും പറഞ്ഞു തീർക്കേണ്ട കാര്യങ്ങൾ മറ്റുള്ള ഒരു അർഹതയിലില്ലാത്തവരും എന്താ പറയാ നാശകോശമാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ അറിയാവുന്ന ആളുകളായിരിക്കാം, നിങ്ങൾ അറിഞ്ഞ ആളുകളായിരിക്കാം. കാരണം നിങ്ങൾ രണ്ടുപേരും കൂടി പറഞ്ഞു തീർക്കേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടി ചെയ്തു തീർക്കേണ്ട പല കാര്യങ്ങളും നിങ്ങളുടെ ഇടയിൽ കയറി എത്രത്തോളം ഒരു കുടുംബജീവിതത്തിനെ ബാധിക്കുന്ന രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എത്രത്തോളം ഒരു മനുഷ്യ ജീവിതത്തിനെ ബാധിക്കുന്ന രീതിയിൽ ഏതൊക്കെ രീതിയിൽ ചെയ്യാൻ പറ്റുമോ, അത് വാക്കുകൾ കൊണ്ടും പ്രവർത്തികൾ കൊണ്ടും ബ്ലാക്ക് മാജിക് കൊണ്ടും നല്ല വൃത്തിക്ക് ചെയ്തും വെച്ചിട്ടുണ്ട്. അതാണ് ഇതിലുള്ള പ്രശ്നം. നിങ്ങൾ രണ്ടുപേരും മാത്രമല്ല, മറ്റുള്ളവരും കൂടി ഇടയിൽ നിന്ന് കളിക്കുന്നത് കൊണ്ടാണ്, മറ്റുള്ളവരും കൂടി ഇടയിൽ കിടന്ന് ഇങ്ങനെ മാന്തി പറിക്കുന്നത് കൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ട് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു 5% ഇപ്പൊ നിങ്ങൾ അനുഭവിക്കുന്നതിൻ്റെ ഒരു 5% പ്രശ്നങ്ങളില്ലാത്ത ഒരു ലൈഫും ഈ ലോകത്തില്ല. എന്നാലും നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നതിൻ്റെ 1/4 പോലും പ്രശ്നങ്ങൾ ഉണ്ടാവൂലായിരുന്നു. കാരണം ഇപ്പോൾ റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിലും എന്താ പറയാ, നിങ്ങളുമായിട്ട് നിങ്ങളിപ്പോൾ എന്ത് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതെല്ലാം ഒരു നിങ്ങൾ പറയുന്നത് കുറ്റമായിട്ടും നിങ്ങൾ പറയുന്നത് വേറെ എന്തെങ്കിലും അന്താരാഷ്ട്ര കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കണക്കാക്കുന്നത്. അല്ലാതെ നിങ്ങൾ പറയുന്നത് ന്യായീകരണമാണ്, അല്ലെങ്കിൽ ന്യായമായിട്ടുള്ള കാര്യങ്ങളാണ്, ഒരാൾക്ക് വേണ്ട കാര്യങ്ങളാണ്. ഇപ്പൊ നമുക്കൊരു ഗ്ലാസ് വെള്ളം കുടിക്കണം, ദാഹത്തിന് നമ്മൾ വെള്ളം തന്നെ കുടിക്കണം. ദാഹത്തിന് നമ്മൾ ബിരിയാണി എടുത്തോ സദ്യ കഴിച്ചിട്ടോ കാര്യമില്ല. അപ്പൊ നിങ്ങൾ ചിലപ്പോ അങ്ങനെ നിങ്ങളുടെ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളല്ല നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയുടെ കയ്യിൽ നിന്ന് കിട്ടുന്നത്, അല്ലെങ്കിൽ വേണ്ട സൊല്യൂഷൻസ് അല്ല കിട്ടുന്നത്. ഫുട്ബോളിനെ പറ്റി പറയുമ്പോൾ ക്രിക്കറ്റിന്റെ കാര്യമായിരിക്കും പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ദേഷ്യം വരും, നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കും. കാരണം നിങ്ങളുടെ ലൈഫാണ്, നിങ്ങളാണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. കുറെയൊക്കെ നിങ്ങൾ പിടിച്ചിരിക്കും, അത് കഴിയുമ്പോൾ നിങ്ങൾ പൊട്ടിത്തെറിക്കും. അതാണ് ഇവിടെ ഉണ്ടാവുന്നത്. പ്രശ്നങ്ങൾ എന്തായാലും മാറും. വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ മാറും. കാരണം ഈ മൂന്നാമത്തെ ഒരു വ്യക്തിനെ ഇതിൽ നിന്ന് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം പ്രശ്നങ്ങൾ മാറും. ഒരു സ്ത്രീയുടെ ഇതായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു 75% ആളുകൾക്ക് ഒരു സ്ത്രീയുടേതായിട്ടുള്ള ബുദ്ധിമുട്ടല്, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ബാക്കിയുള്ള ആളുകൾക്ക് മാത്രമാണ് ഒരു പുരുഷൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടലുകൾ കാണിക്കുന്നത്. അത് ഇങ്ങനെയുള്ള ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, നിങ്ങളുടെ മനസ്സിൻ്റെ അകത്തോട്ട് ഓടി വന്നിട്ടുണ്ടാവുമല്ലോ ആരുടെയൊക്കെയോ മുഖങ്ങൾ. അവരെന്തെങ്കിലും രീതിയിൽ ഫ്രണ്ട്ഷിപ്പ്, അല്ലെങ്കിൽ അവരെന്തെങ്കിലും രീതിയിൽ നിങ്ങളായിട്ട് ഏതെങ്കിലും രീതിയിൽ പെട്ടെന്നൊരടുപ്പം കാണിച്ചു വരിക, മക്കളുടെ കാര്യങ്ങൾ ചോദിക്കുക, നിങ്ങളുടെ കാര്യങ്ങൾ ചോദിക്കുക, നിങ്ങളുടെ ഫ്യൂച്ചറിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പറയാതിരിക്കുക. അടുത്ത പണി ചെയ്യാനാണ് അങ്ങനെയൊക്കെ ചോദിച്ച് നിങ്ങളുടെ അടുത്ത് ചങ്ങാത്തതായിട്ട് വരുന്നത്. കാരണം ആ ഒരു കാര്യം നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക. കാരണം ഇതിൽ നല്ല രീതിക്കൊക്കെ ബ്ലാക്ക് മാജിക് ഒക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെയുള്ള പരിപാടിയുണ്ട്. നിങ്ങൾ ഇറങ്ങി തിരിച്ചാൽ മാറാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ കേട്ടോ. അതും പറയണമല്ലോ, നിങ്ങൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാറാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. കാരണം ഒരു പുതിയൊരു ജീവിതം, പുതിയ പരിപാടികൾ, നിങ്ങൾ എവിടെയാണോ നിങ്ങളെ ലൈഫ് തളർത്തി വെച്ചത് അവിടെ നിന്ന് നിങ്ങൾ ഒന്നേന്ന് തുടങ്ങുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാവും. അത് നിങ്ങൾ പോലും വിചാരിക്കാത്ത സമയത്ത്.
ഇതന്നെ ജഡ്ജ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പരിപാടികളൊക്കെ മാറും. പരിപാടികള് ബുദ്ധിമുട്ടല് കാര്യങ്ങളൊക്കെ മാറും. കാരണം നിങ്ങൾക്കായിട്ടൊരു ന്യായം, നിങ്ങൾക്കായിട്ടൊരു നീതി, നിങ്ങൾക്കായിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾക്കായിട്ടുള്ള ഒരു സ്നേഹം. കാരണം ഇപ്പൊ നിങ്ങൾ ചില ആളുകൾ വിചാരിക്കും ഇത്രയും പ്രായമായില്ലേ ഇനി എന്താണ്, അതൊന്നുമല്ല. നിങ്ങൾക്കായിട്ട് തന്നെ അത് ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, നിങ്ങൾക്കായിട്ടുള്ള ഒരു മനസ്സ് നിറഞ്ഞ ഒരു സ്നേഹം, ഒരു കാര്യങ്ങളെല്ലാം യൂണിവേഴ്സായിട്ട് തന്നെ തരും. കാരണം പുതിയ ഒരു കാര്യങ്ങളിലോട്ടുള്ള തുടക്കം, പുതിയ ഒരു ജീവിതത്തിലോട്ടുള്ള കാര്യങ്ങൾ എല്ലാം, അതിനുള്ള ഒരു ശക്തി, എന്തിനും ഇറങ്ങിത്തിരിക്കാൻ പറ്റുന്ന ഒരു ശക്തി. ഈ കംഫർട്ട് സോണിൽ ഇരുന്ന് എല്ലാം കൊണ്ടുവന്ന് ഇപ്പൊ ഞാൻ ചില വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, ഇടുകുടുക്കെ ചോറും കറിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുക്ക അവിടെ ഇരുന്ന് ചോറും കറിയൊന്നും ഇടൂല. നമ്മൾ ഇറങ്ങിത്തിരിക്കാനുള്ള നമ്മൾ തന്നെ ഇറങ്ങിത്തിരിക്കണം. അല്ലെങ്കിൽ എന്നെ ഒരു രക്ഷകൻ വന്ന് രക്ഷിക്കും, എന്നെ അവര് വന്ന് രക്ഷിക്കും, എന്നെ ഇവര് വന്ന് രക്ഷിക്കും, അപ്പോഴത്തേക്ക് 2050 ആവും. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പ്രതീക്ഷിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. നമ്മൾ താൻ പാതി ദൈവം പാതി. നമ്മൾ ഇറങ്ങാനുള്ളത് ഇറങ്ങിത്തിരിക്കണം. കാരണം ഇതിൻ്റെ അകത്ത് ഇപ്പൊ എന്താ പറയാ, തേർഡ് പാർട്ടിയുടേതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാറും. ഈ ബ്ലാക്ക് മാജിക് അതും നിങ്ങൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ മാറും. കാരണം നിങ്ങളുടെ അടുത്തോട്ടാണ്. നമ്മൾക്ക് പറ്റിയിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മാറ്റാതെ ഇങ്ങനെ തന്നെ അവിടെ ഇരുന്ന് കംഫോർട്ടായിട്ട് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിനും ഒരു പരിപാടി നടക്കത്തില്ല. എല്ലാം മുടങ്ങി എന്നും ഒന്നും അതുപോലെ തന്നെ വിഷമവും വേദനയായിട്ട് ഇരിക്കേണ്ടി വരും. കാരണം ഇവിടെ പുതിയ കാര്യങ്ങളാണ്. മനസ്സിൽ ശരീരത്തിൽ ശക്തി സംഭരിച്ച് പുതിയ ഒരു മനുഷ്യത്തിയായിട്ട് ഇറങ്ങുന്ന ഒരു കാര്യമാണ് കാണുന്നത്. പക്ഷെ ചില കാര്യങ്ങൾ ആളെ അറിഞ്ഞ് പ്രവർത്തിക്കുക എന്ന് പറയില്ല, നിങ്ങളുടെ വ്യക്തിയെ അറിഞ്ഞ്. ഇപ്പൊ നമുക്കറിയാലോ ഇന്ന ആള് ഇന്നതാണ്. നമ്മൾ എന്തെല്ലാം എത്ര സ്നേഹം കൊടുത്താലും എത്ര കാര്യങ്ങൾ ചെയ്താലും ആ വ്യക്തി അതിന് ഡിസേർവ് ആണോ എന്ന് കൂടി ചിന്തിക്കുക. അല്ലാതെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും കൂടി ലൈഫ് മുഴുവനും ഇതാക്കിയിട്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ അതൊന്ന് ചിന്തിക്കുക. അവനവന്റെ കാര്യങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. കാരണം അവനവന്റെ കാര്യങ്ങൾ മറന്നിട്ടാണ് വേറെ എല്ലാ ജീവിതങ്ങളെ പറ്റിയും ചിന്തിച്ച് വിഷമിച്ച് ബുദ്ധിമുട്ടിയിരിക്കുന്നത്. അപ്പൊ അതൊക്കെ മാറും. അത് നിങ്ങളെ മെന്റലി ഫിസിക്കലി തകർക്കുന്നുണ്ട്. പുതിയൊരു ജീവിതം, പുതിയൊരു സന്തോഷം, പുതിയൊരു കാര്യങ്ങള് ഇതിനെല്ലാത്തിനും നമുക്ക് ഇറങ്ങാനൊരു ശക്തി വേണമല്ലോ. സംസാരിക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ പരിപാടികൾക്കോ നീതിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് അത് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിലാണ് ഈ ഒരു മനസ്സമാധാനക്കേട് പരിപാടികളിലോട്ട് പോകുന്നത്. നമുക്ക് ഗണേശ ഒറാക്കിൾസ് എന്നുള്ള മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഡിസിഷൻ, ക്ലിയർ യുവർ എനർജി, കറേജ്, സ്ട്രെങ്ത് അത് തന്നെയാണ്. അണ്ടർസ്റ്റാൻഡിങ്, നർച്ചർ, പ്രയോറിറ്റീസ്, ഫുൾഫിൽമെന്റ്. അപ്പൊ ഇത് തന്നെയല്ലേ പറഞ്ഞത്? അത് തന്നെയല്ലേ പിന്നെയും വന്നത്? ഓക്കെ, കറേജ്, ധൈര്യമായിട്ടിരിക്കുക. വരുന്നിടത്ത് വെച്ച് കാണാം. ഓക്കെ, നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു തീർക്കുക, അത്രേ ഉള്ളൂ. ക്ലിയർ യുവർ എനർജി, ബ്ലാക്ക് മാജിക് എനർജി റിമൂവ് ചെയ്യുക. അതിനനുസരിച്ചുള്ള ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യുക. ഡിസിഷൻ, അത് നിങ്ങൾ തന്നെയാണ് എടുക്കേണ്ടത്. തീരുമാനം എടുക്കേണ്ടത് ആരാണ്? നിങ്ങൾ തന്നെയാണ്. ഓക്കെ, പ്രയോറിറ്റീസ്, അതായത് പ്രയോറിറ്റീസ് കൊടുക്കേണ്ട കാര്യങ്ങൾക്ക് കൊടുക്കുക. കൊടുക്കേണ്ട കാര്യങ്ങൾക്ക് എന്തായാലും കൊടുക്കുക. നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് കുറച്ച് പ്രയോറിറ്റീസ് കൊടുത്തൊന്ന് നോക്കിക്കേ. അത് തന്നെ. അണ്ടർസ്റ്റാൻഡിങ്, നർച്ചർ, ഫുൾഫിൽമെന്റ്, ഇതെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് അല്ലോ വന്നിരിക്കുന്നത്.
അതായത് ഇപ്പൊ ഇത്രയും നാള് നടന്ന കാര്യങ്ങളൊക്കെ നടന്നു. അത് നമ്മളിപ്പോ ഇനി അത് ആലോചിച്ചിട്ടോ വിഷമിച്ചിട്ടോ ബുദ്ധിമുട്ടായിട്ടോ ഇനി അതിനെപ്പറ്റി ചോദ്യചിഹ്നമായിട്ട് നിർത്തിയിട്ടോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയതും ഇപ്പൊ വന്നതും കറക്റ്റ് ആണ്. ഫുൾഫിൽമെന്റ് എന്ന് പറയുന്നത് എല്ലാ രീതിയിലും നിങ്ങൾക്ക് തന്നെ ഒരു ഫുൾഫിൽമെന്റ് ഉണ്ടാവും. അത് കുടുംബജീവിതത്തിലാണെങ്കിലും കരിയറിന്റെ കാര്യത്തിലാണെങ്കിലും അത് ഡെഫിനറ്റ് ആയിട്ട് ഉണ്ടാകും. ധൈര്യമായിട്ട് ഇരിക്കുക. ധൈര്യം ചോർന്നു പോകുന്ന ആളുകളുണ്ട്. ഓക്കെ, അപ്പൊ ഒരു ധൈര്യം സംഭരിച്ച് തന്നെ ഇരിക്കുക. ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും ഇറങ്ങിത്തിരിക്കാനൊക്കെ പല കാര്യങ്ങൾക്കും. കാരണം ഒന്നിലും വേർക്കാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. വേർക്കാതെ ഒരു പരിപാടിയും നടക്കില്ല. അത്ര ഞാൻ പറയുന്നുള്ളൂ. കാരണം ഇതില് ഒന്ന് ഇറങ്ങി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഓക്കെ ആവും. പക്ഷെ ഇറങ്ങണം. അങ്ങനെയുള്ളൊരു കാര്യം ഇതിൻ്റെ അകത്തുണ്ട്. ഒരെണ്ണം കൂടി ഒന്ന് എടുത്തു നോക്കിയാലോ. കോൺസെൻട്രേഷൻ, ഗൈഡൻസ്. ഓക്കെ, അതെ, ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുവാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറയുവാണോ പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിന്റെ അകത്തുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടലുകൾ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രോമ സ്റ്റേജ് കാര്യങ്ങൾ ഉള്ളത് കൊണ്ടോ സംതിങ് എന്തെങ്കിലും ഒരു ഇത് വരുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരു കോൺസെൻട്രേഷൻ കിട്ടായ്മ. ഇപ്പൊ വണ്ടി ഓടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വണ്ടീനെയാണ് ഓടിക്കേണ്ടത്, വണ്ടി നിങ്ങളെ അല്ല ഓടിക്കേണ്ടത്. അതുപോലെ ഇപ്പൊ എന്തെങ്കിലും പാചകം ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അതിലൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക, മനസ്സ് മാറ്റാതിരിക്കുക. കാരണം കോൺസെൻട്രേഷൻ തെന്നിപ്പോകുന്ന ചില സംഭവങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ തന്നെ കാണിക്കുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. ഗൈഡൻസ്, പ്രോപ്പറായിട്ടുള്ള ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ആളുകളുടെ അടുത്ത് നിന്ന് ഒരു ഗൈഡൻസ് നിങ്ങൾ വാങ്ങിക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് കണക്ട് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്നും റെസണേറ്റ് ആയില്ല, ഒന്നും കണക്ട് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.